സൺഡേ ലഞ്ച് പ്രിപ്പറേഷൻസ് കണ്ടാലോ. ആദ്യം തന്നെ സ്റ്റവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. എനിക്ക് മെസ്സായിട്ടുള്ള കിച്ചണിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ആ മെസ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു. സൺഡേ ഒരു ഹോളിഡേ ആണെങ്കിലും നമ്മൾ ഹൗസ് വൈഫ്സിന് അതൊരു ഹോളിഡേ അല്ല അല്ലേ. പിറ്റേ ദിവസം മൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും. കിച്ചണിൽ എന്ത് സൺഡേ അല്ലേ, ഡെയിലി ഉള്ളതുപോലൊക്കെ തന്നെ. പിന്നെ കുറച്ച് സമയം കൂടുതൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറും. എന്തെങ്കിലും ട്രിപ്സും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് സൺഡേ ഒരു ഫ്രീ ഡേ ആയി മാറുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ വല്ല സ്പെഷ്യലൊക്കെ വാങ്ങി ഒരുമിച്ച് കുക്ക് ചെയ്ത് ആസ്വദിച്ച് കഴിക്കും. ഈ സേവനം സൺഡേ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ നല്ല മുളകിട്ട മത്തിക്കറിയും കൂർക്കയും ബീഫും പയറുപ്പേരിയും ഒക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുക്കിംഗ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇതിനിടയിൽ കൂടെ പല പണികളും നടന്നു പോകുന്നുണ്ട്. ഈ പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് നമ്മളൊന്നും ഇരിക്കില്ലേ, ആ സമയത്ത് കറക്റ്റ് ആരെങ്കിലും നമ്മളെ കണ്ട ഒരു ചോദ്യമുണ്ട്, ആ പണിയൊന്നും ഇല്ലാലേ എന്ന്. എന്തോ നമ്മുടെ വീട്ടിൽ അവർ CCTV വെച്ച് കണ്ട പോലെ അവരുടെ ചോദ്യം. എന്ത് സുഖമാണിത് ചോദിക്കുമ്പോൾ കിട്ടുന്നത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടോ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആവുമായിരുന്നു ഞാൻ. ഇപ്പം പിന്നെ ഇത് കേൾക്കുമ്പോൾ എനിക്ക് പുച്ഛം മാത്രമേ തോന്നാറുള്ളൂ. ഒന്നെങ്കിൽ ഈ പറയുന്നവർ യാതൊരു എഫേർട്സും എടുക്കാത്തവരായിരിക്കും, അല്ലെങ്കിൽ അവർ മാത്രമേ ഹാർഡ് വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും അല്ലേ. എല്ലാ വീട്ടിലും അവർക്ക് അവരുടേതായ പണികൾ ഉണ്ടായിരിക്കും. നമ്മൾ നമ്മുടെ ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കുക എന്നതല്ലേ ഇമ്പോർട്ടൻറ്റ്. അതോടെ തന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടീസ് ഹാപ്പി ആയിട്ടാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഹാർഡ് വർക്കിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണേ. റെസിപ്പി വീഡിയോസ് ഓരോന്നായി പുറകെ വരുന്നുണ്ട്. ബൈ.